നമസ്കാരം. സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. കൽദയ സുറിയാനി സഭയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ അപ്രൈം മെത്രാപ്പൊലീത്തയുടെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി മലങ്കര മാർത്തോമ സുറിയാനി സഭ. അപ്രൈം മെത്രാപ്പൊലീത്തയുടെ വേർപാട് ക്രൈസ്തവ സമൂഹത്തിനാകമാനം വലിയ നഷ്ടമാണെന്ന് സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത അനുശോചന സന്ദേശത്തിൽ അനുസ്മരിച്ചു. 28-ാം വയസ്സിൽ മെത്രാപ്പൊലീത്തയായി ചുമതലയേറ്റ തിരുമേനി അരനൂറ്റാണ്ടിലേറെക്കാലം കൽദായ സുറിയാനി സഭയെ നയിച്ചു. എഴുത്തുകാരൻ, ബഹുഭാഷാ പണ്ഡിതൻ, സഭാചരിത്രകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടിരുന്ന തിരുമേനി നല്ല ഒരു സംഗീത ആസ്വാദകനും ഗാനരചയിതാവും കേരള ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിൽ തൽപരനുമായിരുന്നു. മാർ അപ്രൈം തിരുമേനി മാർത്തോമ സഭയുടെ ഒരു നല്ല സുഹൃത്തായിരുന്നു. മാരാമൺ കൺവെൻഷൻ യോഗങ്ങളിൽ വന്ന് ക്രമമായി പങ്കെടുക്കുകയും മാരാമണ്ണിൽ തന്നെ പാർത്ത് യോഗങ്ങളിൽ സംബന്ധിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ലളിത ജീവിതം, നർമ്മം കലർന്ന ഭാഷ, സരസമായ സംസാരം എന്നിവ തിരുമേനിയെ വ്യത്യസ്തനാക്കി. മാർ അപ്രൈം പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ കൽദായ സുറിയാനി സഭയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച തൃശൂർ മാർത്തമറിയം പള്ളിയിൽ എത്തിയ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയും കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പയും പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, തൃശൂർ എബനേസർ മാർത്തോമ ഇടവക വികാരി റവറൻ സജു ചാക്കോ, സഭാ കൗൺസിൽ അംഗം ഷെൻ പി തോമസ് എന്നിവരും ഒപ്പം ഉണ്ടായിരുന്നു. ഭൗതികമായിട്ടുള്ള ഈ ശരീരം നമ്മളുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. എന്നാൽ തിരുമേനി ജീവിച്ചതായുള്ള കാലഘട്ടത്തിൽ ഭാരതത്തിലെ എല്ലാ സഭകൾക്കും, പൗരസ്ത്യ കൽദയ സുറിയാനി സഭയ്ക്കും ആഗോള വ്യാപകമായിട്ടുള്ള അസീറിയൻ സഭയ്ക്കും എല്ലാം തിരുമേനി നൽകിയതായിട്ടുള്ള നേതൃത്വം വാക്കുകൾക്ക് അതീതമാണ്. മാർത്തോമ സഭയിൽ വൈദിക പഠനം പൂർത്തിയാക്കി ഷെമ്മാശ ശുശ്രൂഷയിൽ പ്രവേശിച്ചവരുടെ കശീശ പട്ടംകൊട ശുശ്രൂഷകൾ ആരംഭിച്ചു. തെള്ളിയൂർ ശാലേം മാർത്തോമ പള്ളിയിൽ നടന്ന ശുശ്രൂഷയ്ക്ക് കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 15-ന് തിരുവല്ല സെയിന്റ് തോമസ് പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത, കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ എന്നിവർ നേതൃത്വം വഹിക്കും. 16-ന് ചെന്നീർക്കര എബനേസർ, 17-ന് ഇലന്തൂർ ശാലേം, 18-ന് പ്രയാർ എറുശലേം, 21-ന് വടക്കുപുറം ശാലേം പുന്നവേലി, 23-ന് കരവാളൂർ കെരീത്ത്, 25-ന് പൂവമ്പാറ ശാലേം, 26-ന് വെള്ളത്തൂവൽ, 29-ന് താമരക്കുളം സെന്റ് തോമസ്, 30-ന് കൊട്ടാരക്കര ജൂബിലി മന്ദിരം, 31-ന് പുതുവൽ സെന്റ് തോമസ്, ഓഗസ്റ്റ് 1-ന് കുന്നത്തൂർ ശാലേം, ഓഗസ്റ്റ് 12-ന് വഡോദര പള്ളികളിൽ നിയോഗ ശുശ്രൂഷകൾ നടത്തും. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത, തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ് എപ്പിസ്കോപ്പ, ഗ്രിഗോറിയോസ് മാർ സ്റ്റേഫാനോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ, മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കും. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം മാത്യൂസ് മാർ അത്താനാസിയോസ് ഗോസ്പൽ ടീമിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ട ദേശീയ വചന പര്യടനം വചനയാനത്തിന് സമാപനമാകുന്നു. കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ തിരുവചന ദൂതുമായി അനുഗ്രഹീത യാത്ര നടത്തിയ സംഘം 14-ന് തിരുവല്ലയിൽ മടങ്ങിയെത്തും. 14-ന് രാവിലെ 9:30-ന് പുലാത്തീനിലെത്തുന്ന സംഘത്തെ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ആശീർവദിക്കും. സംഘം ഭാരവാഹികളായ റവറൻ എബി കെ ജോഷുവ, റവറൻ ജിജി വർഗീസ്, ഡോക്ടർ എബി തോമസ് വാരിക്കാട്, പ്രൊഫസർ എബ്രഹാം പി മാത്യു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. കഴിഞ്ഞ വർഷം ജൂലൈ 3-ന് തിരുവല്ലയിൽ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ് എപ്പിസ്കോപ്പ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് സംഘത്തെ യാത്രയാക്കി. മാരാമൺ, കന്യാകുമാരി വഴി ഇന്ത്യയിലെ ഗ്രാമ നഗരങ്ങളിലൂടെ സഞ്ചരിച്ച സംഘം കഴിഞ്ഞ ദിവസം ടിബറ്റൻ ബോർഡറിൽ എത്തി.
ജമ്മു കാശ്മീർ, ലൂധിയാന, ജയ്പൂർ, ഭോപ്പാൽ, ബാംഗ്ലൂർ വഴിയാണ് മടക്കയാത്ര. 55 മിഷൻ ഫീൽഡുകളിലും 104 പള്ളികളിലും ഉൾപ്പെടെ 198 കേന്ദ്രങ്ങളിൽ തിരുവചനം ശുശ്രൂഷിച്ചും അനുഭവങ്ങൾ സാക്ഷിച്ചും പാട്ടുകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയുമായിരുന്നു യാത്ര. ഗോസ്പൽ ടീം ഡയറക്ടർ റവറൻ സുനിൽ എ ജോൺ, തോമസ് ഉമ്മൻ, അനീഷ് പി ചാക്കോ, മോൻസി തോമസ് കാരയ്ക്കൽ, സന്തോഷ് കങ്ങഴ എന്നിവർ നേതൃത്വം നൽകി. ഈ യാത്രയിൽ ഏകദേശം 104ഓളം ഇടവകകൾ, 55ഓളം മിഷൻ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന് ദൈവം കൃപ ചെയ്തു. 200ഓളം പ്രോഗ്രാമുകൾ വിവിധ ഇടങ്ങളായി ക്രമീകരിക്കുന്നതിന് ദൈവം സഹായിച്ചു. 2024 ജൂലൈ മാസം 3-ാം തീയതി സെയിൻറ്റ് തോമസ് ഡേയിൽ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ തോമസ് അപ്പോസ്തലനെ ഓർത്തതായിട്ടുള്ള സുദിനത്തിൽ സംഘം പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫീലിക്സ് നോസ് എപ്പിസ്കോപ്പ തിരുമേനി ഫ്ലാഗ് ഓഫ് ചെയ്ത് ആരംഭിച്ചതാണ് വചനയാത്ര. ഈ യാത്രയിൽ ധാരാളം ആളുകളുടെ സ്നേഹവും കരുതലുകളും അനുഭവിക്കുന്നതിന് ദൈവം ഇടയാക്കി. ഈ സഭയെ വൈവിധ്യങ്ങളായ തലങ്ങളിൽ വളർത്തിയ ദൈവകൃപകൾക്കായി ദൈവത്തിന് നന്ദി പറയുവാൻ ഉതകുന്ന ധാരാളം അനുഭവങ്ങൾക്ക് സാക്ഷികളാകുവാനായിട്ട് ദൈവം ഗോസ്പൽ ടീമിനെ തുണ ചെയ്യുവാനായിട്ടിടയായി. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പ്രാർത്ഥനാശീർവാദങ്ങൾക്ക് നന്ദി. എല്ലാ ഭദ്രാസന എപ്പിസ്കോപ്പമാരിലൂടെയും ലഭിച്ചതായിട്ടുള്ള എല്ലാ കരുതലുകളെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ഞങ്ങൾക്ക് ആതിഥേയത്വം വരുത്തിയ ഇടവകകൾ, ഞങ്ങൾക്ക് വേണ്ട ശുശ്രൂഷകൾ ഒരുക്കിയതായിട്ടുള്ള ആദരണീയരായ വൈദികർ, സുവിശേഷകർ, അവരുടെ എല്ലാവരുടെയും സ്നേഹ ശുശ്രൂഷകളെ നന്ദിപൂർവ്വം ഗോസ്പൽ ടീം ഓർക്കുകയാണ്. മാർത്തോമ സഭ കൺവെൻഷൻ പ്രസംഗ സംഘത്തിന്റെ വാർഷിക കോൺഫറൻസ് ജൂലൈ 20 മുതൽ 22 വരെ മാരാമൺ റിട്രീറ്റ് സെന്ററിൽ നടത്തും. ആത്മനിയോഗ ദൂതനും ദൂതും എന്നതാണ് ചിന്താവിഷയം. 20 വൈകുന്നേരം ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ, മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി റവറൻ കെ ഇ ഗീവർഗീസ്, തോമസ് ജോർജ്, റെജി ജേക്കബ്, ജോയ് പുല്ലാട് എന്നിവർ പ്രസംഗിക്കും. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന വാർഷിക അസംബ്ലി ജൂലൈ 12 ശനിയാഴ്ച രാവിലെ 10 മുതൽ കോട്ടയം എറുശലേം മാർത്തോമ പള്ളിയിൽ നടത്തും. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. മാർത്തോമ സൺഡേ സ്കൂൾ സമാജം നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ അധ്യാപക കൺവെൻഷൻ ജൂലൈ 26 ശനിയാഴ്ച രാവിലെ 10 മുതൽ കോഴഞ്ചേരി സെയിൻറ്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടത്തും. ഡോക്ടർ യുയാക്കി മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. സമാജം പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ സന്ദേശം നൽകും. മാർത്തോമ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന വാർഷിക അസംബ്ലി ജൂലൈ 12 ശനിയാഴ്ച രാവിലെ 10 മുതൽ തിരുവനന്തപുരം JMM സ്റ്റഡി സെന്ററിൽ നടത്തും. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ അൽമായ ശുശ്രൂഷകരുടെ പരിശീലന കളരി കലമണ്ണിൽ ഉമ്മനച്ചൻ ഹാളിൽ നടത്തി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. റവറൻ സക്കറിയ ജോൺ ക്ലാസ് നയിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. റവറൻ ബെന്നി ജോൺ ധ്യാന പ്രസംഗം നടത്തി. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന നേതൃത്വത്തിൽ ഇടവക വികാരിമാർ, ട്രസ്റ്റിമാർ, വിവിധ സഭാ സംഘടനകളുടെ ഭദ്രാസന ട്രസ്റ്റിമാർ എന്നിവരുടെ സംയുക്ത യോഗം റാന്നി ഇട്ടിയപ്പാറ മാർത്തോമ കൺവെൻഷൻ സെന്ററിൽ നടന്നു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരുന്നു. സഭാ ഫിനാൻസ് മാനേജർ റവറൻ സുബിൻ സാം മാമൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എബിൻ ഉമ്മൻ എബ്രഹാം എന്നിവർ ക്ലാസ് എടുത്തു. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമ സുവിശേഷ സേവികാ സംഘം മുംബൈ ഭദ്രാസന വാർഷിക പൊതുയോഗം വാശി സെയിന്റ് പോൾസ് മാർത്തോമ പള്ളിയിൽ നടത്തി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ക്രിസ്തുവിന്റെ കൃപയിൽ വളരണമെന്ന് അദ്ദേഹം പറഞ്ഞു.
വികാരി ജനറൽ വെരി റവറൻ തോമസ് കെ ജേക്കബ്, ഭദ്രാസന സേവികാ സംഘം വൈസ് പ്രസിഡന്റ് റവറൻ ജെനിൽ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. റീന ജോൺ കൊച്ചമ്മ ധ്യാന പ്രസംഗം നടത്തി. ഭദ്രാസന സേവികാ സംഘം സെക്രട്ടറി ലതാ പി കുര്യൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഷൈനി സജി വരവ് ചിലവ് കണക്കും ബജറ്റും അവതരിപ്പിച്ചു. മിനി ജെയിംസ്, റവറൻ എബ്രഹാം വർഗീസ്, റവറൻ റോബിൻ ജി കെ, റവറൻ ജെനിൽ എബ്രഹാം, റവറൻ ജോർജ് ജോൺ എന്നിവർ പ്രസംഗിച്ചു. ലഹരി ആസക്തിക്കെതിരെ നോ അഡിക്ഷൻ ക്യാമ്പയിനുമായി മാർത്തോമ സൺഡേ സ്കൂൾ സമാജം. 17-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ക്യാമ്പയിൻ കന്യാകുമാരിയിൽ സമാപിക്കും. 17-ന് ഉച്ചയ്ക്ക് 12-ന് കാസർഗോഡ് ബധിര വിദ്യാലയത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ സമാജം പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. അഡ്വക്കേറ്റ് NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. മാർത്തോമ സഭയുടെ നോർത്ത് ഇന്ത്യയിലെ തിയോളജിക്കൽ സെമിനാരി ഫരീദാബാദ് ധർമ്മജ്യോതി വിദ്യാപീഠിന്റെ 1 വർഷം നീണ്ടുനിന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ജൂലൈ 13-ന് സമാപിക്കും. വൈകുന്നേരം 4:30-ന് ന്യൂഡൽഹി ഹൗസ് ഖാസ് സെയിന്റ് പോൾസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്തോത്ര ശുശ്രൂഷയും സമാപന സമ്മേളനവും ചേരും. ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ് എപ്പിസ്കോപ്പ മുഖ്യ സന്ദേശം നൽകും. മലങ്കര ഓർത്തഡോക്സ് സഭ ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുഹാനോൻ മാർ ദിമത്രിയോസ് മെത്രാപ്പൊലിത്ത, CNI സഭ ഡൽഹി ബിഷപ്പ് റവറൻ ഡോക്ടർ പോൾ സ്വരൂപ് എന്നിവർ പ്രസംഗിക്കും. 2000-ലാണ് ഫരീദാബാദ് കേന്ദ്രമായി സെമിനാരി ആരംഭിച്ചതെന്ന് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ P. എബ്രഹാം സ്കറിയ അറിയിച്ചു. കൂടുതൽ സഭാ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ശലോം.